പഞ്ചാരക്കൊല്ലി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുള്ള തർക്കമാണ്. കടുവയെ കാണുന്ന നിമിഷം തന്നെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള ഉറപ്പ് ലഭിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നോർത്തേൺ CCF CS ദീപയാണ് സംഘത്തെ നയിക്കുന്നത്. CCFന് മുന്നിലാണ് നാട്ടുകാർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഉത്തരവിൽ കൃത്യമായ വ്യക്തത വേണം. കടുവയെ കാണുന്ന നിമിഷം തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ഉറപ്പ് കിട്ടണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കടുവാ ഭീതിയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അതേ തുടർന്നുള്ള തർക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ നടക്കുന്നത്. രാധയുടെ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം പഞ്ചായത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തിൽ ഒരു ഉറപ്പ് കിട്ടണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. നരഭോജിയായ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കൂട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിൽ വീഴുന്ന കടുവയെ അവിടെ പൊളിച്ച് തന്നെ വെടിവെച്ച് കൊല്ലുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർക്ക് അറിയേണ്ടത്. വിവരങ്ങളുമായി ഇന്ത്യാസ് ചേരുന്നുണ്ട്. ഇന്ത്യാസ്, സ്വാഭാവികമാണ്, വളരെ വൈകാരികമായി നിൽക്കുകയാണ് നാട്ടുകാർ. അവർക്ക് ഭീതിയുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. എന്നാൽ നിസ്സഹായരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? മാർഷൽ, തീർച്ചയായിട്ടും നമുക്ക് ഈ ജനരോഷം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. CCF ദീപയുമായിട്ടുള്ള വാക്കേറ്റം, തർക്കം, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇതിൽ ഇവർ പ്രധാനമായിട്ടും മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പറയുന്നത്, അതായത് കടുവയെ എപ്പോൾ പിടികൂടും, അതായത് ഈ ഉത്തരവിൽ പറയുന്ന പോലെ കടുവയെ നിങ്ങൾ വെടിവെച്ച് കൊല്ലാനൊക്കെ നിങ്ങൾ പോകുന്നുണ്ടോ, അതൊന്നും നിങ്ങൾ ചെയ്യില്ലല്ലോ എന്ന രൂപത്തിലൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കടുവയെ നിങ്ങൾ കൂട്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് കൂട്ടിലായാൽ പോലും നിങ്ങൾ കടുവയെ വെടിവെച്ചു കൊല്ലുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിയമങ്ങളും ഇറക്കിയ ഉത്തരവനുസരിച്ച് മാത്രമേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് വൈകുന്നു? അരുൺ സക്കറിയ എവിടെ? ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും നിരോധനാജ്ഞയും ഒക്കെ ഏർപ്പെടുത്തിയ സ്ഥലത്ത് കൃത്യമായ ബോധവൽക്കരണം നടത്താൻ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? വാർഡ് കൗൺസിലർ അടക്കമുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കൃത്യമായ ബോധവൽക്കരണം തന്നില്ല? എന്തുകൊണ്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഇവിടെ നിന്ന് ഇല്ലാതാക്കിയിട്ട് കടുവയെ കൊന്നില്ല എങ്കിൽ ഇവിടം വിട്ട് ഞങ്ങളെ കൊന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് പോവാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ജനരോഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. CCF ദീപയുമായിട്ട് വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒരുപക്ഷെ അതിന് നിയമമനുസരിച്ചുള്ള മറുപടിയൊക്കെ ദീപ പറഞ്ഞെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ജനരോഷത്തിനിടയിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥർക്കും സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ ജനരോഷമാണ്. അത് ഈ ക്യാമ്പ് ഓഫീസിന് പരിസരത്ത് നിലവിലെ പ്രശ്നം എന്ന് പറയുന്നത് കടുവയാണ്. ആ കടുവയെ പിടികൂടണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ കൂടിയിരിക്കുന്ന RRT സംഘവും പോലീസും CCF ഒക്കെ ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഈ പ്രതിഷേധം അവസാനിച്ചാൽ മാത്രമേ അവർക്ക് ആ ആക്ഷൻ പ്ലാനുമായും കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് തീരെ കഴിയുന്നില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു ആക്ഷൻ പ്ലാനിലേക്ക് കാര്യങ്ങൾ കടക്കണം. അതിന് ഉച്ചയോടുകൂടി അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഈ CCTVയിൽ അടക്കം ദൃശ്യങ്ങൾ കാണുകയും ഇന്നലെ രാത്രിയിലെ പരിശോധനയിൽ ഈ അക്രമം നടന്ന ഈ രാധ കൊല്ലപ്പെട്ട തൊട്ടപ്പുറത്തുള്ള കാട്ടിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞതുമാണ്, വ്യക്തത വരുത്തിയതുമാണ്. ആ രീതിയിൽ കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ളത്. കാരണം ആ ഭാഗത്ത് മനുഷ്യരെയെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കി 4 or 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മാത്രം അവിടെ വെച്ചുകൊണ്ട് കൃത്യമായ നിരീക്ഷണം ഇപ്പോൾ കടുവയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നടക്കുന്നുമുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഈ രാധയുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് അവരുടെ ആശങ്ക കൊണ്ടാണ് അവരുടെ ജനരോഷം പുറത്തു വരുന്നത്. ഇവർ ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്തുന്നത്. അതിൽ ഇപ്പോൾ ഈ പ്രതിഷേധമെല്ലാം കഴിഞ്ഞ് അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കടുവയെ ഏത് വിധേനയും കൂട്ടിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഒരു പക്ഷേ ആ ആക്ഷൻ പ്ലാനിലേക്ക് അവർ കടന്നു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ രീതിയിൽ തന്നെയാണ് അവർക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും സാധിക്കുക. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, കടുവയെ പിടികൂടാൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, കടുവയെ കൂട്ടിലേക്ക് വരുത്താൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ അതായത് നമ്മൾ നേരത്തെ ദൃശ്യത്തിൽ കണ്ട കടുവ തന്നെയാണോ ആക്രമിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണം. അതുപോലെ
അതുപോലെ തന്നെ ഈ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം പരിശോധിക്കുകയാണ് നിലവിലിപ്പോൾ ചെയ്യുന്നത്.